മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടാണ് ഇക്കുറി കാണുന്നത്. കാരണം ഇതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 10 വർഷമായിട്ട് UDF പ്രതിപക്ഷത്തിരിക്കുകയാണ്. 2026 നിയമസഭയിലേക്ക് ഒരു 6 സീറ്റെങ്കിലും BJPക്ക് എത്തിക്കണം എന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. അപ്പോൾ വീറും വാശിയും അല്പം ഏറും. ആരൊക്കെ മുന്നേറും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ട കാര്യം. തീർച്ചയായിട്ടും വീറും വാശിയും മുൻ തെരഞ്ഞെടുപ്പുകൾ വളരെയധികം കൂടുതലായിരിക്കും. ഇനി കഷ്ടിച്ച് ഒരു മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ. ഡിസംബർ 9 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ UDF അധികാരമില്ലാതെ 10 വർഷമായി അലഞ്ഞു തിരിഞ്ഞ് ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ ഏതാണ്ട് മറന്നു തുടങ്ങിയ ഒരു ഘട്ടം, UDFനെയും കോൺഗ്രസിനെയും ജനം മറന്നു തുടങ്ങിയ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇക്കുറിയെങ്കിലും ജയിച്ചു വരാൻ കഴിഞ്ഞില്ല എങ്കിൽ നരേന്ദ്രമോദിയുടെ വിഖ്യാതമായ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം കേരളത്തിൽ അന്വർത്ഥമാകും. അതാകാതിരിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ആദ്യമേ മറ്റു മുന്നണിക്ക് മുമ്പേ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ഞങ്ങളിതാ റെഡി, പോരിന് തയ്യാർ എന്നുള്ള തരത്തിലേക്കൊരു ഒരു ഉന്മേഷം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായി. മറുഭാഗത്ത് BJPയെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ ജനങ്ങളിൽ എത്രത്തോളം അവർക്ക് വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് അവരുടെ മുന്നിൽ വരുന്നത്. ഈ പറഞ്ഞാൽ 6 എന്നല്ല, ഒരു 2 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ BJPയുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടും. വീണ്ടും ഈ ഒരു പ്രതീക്ഷ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾ വീണ്ടും പിന്മാറി ഇടതു വലത് മുന്നണിയിലേക്ക് ചേക്കാറുള്ള സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ കൂടി നമുക്ക് തെളിയും എന്നാണ് മനസ്സിലാവുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അങ്ങോട്ടേക്ക് പോയ ഹൈന്ദവ വോട്ടുകൾ പലതും തിരിച്ചു വരും, UDFിലേക്കോ യാതൊരു തർക്കമില്ല. കാരണം നമ്മൾ ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. കാരണം തല്ലുകൊണ്ടതും അടിവാങ്ങിച്ചതും എല്ലാം K സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളാണ്. അവരാണ് ഇതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തിയത്. ഗുണഭോക്താക്കളായത് കോൺഗ്രസ്സുകാർ. അവർ ഗാലറിയിൽ നിന്ന് കളി കണ്ടു, അവർക്ക് സുഖമായിട്ട് സംഭവം കിട്ടി. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് സാഹചര്യം. കാരണം LDF സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ കോൺഗ്രസിനേക്കാളേറെ പ്രതിപക്ഷ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് BJPയാണ്. അവരുടെ മഹിളാ മോർച്ച, അതുപോലെ യുവമോർച്ച, അവരൊക്കെ ധാരാളം സമരങ്ങൾ, അതായത് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ധാരാളം പ്രക്ഷോഭങ്ങൾ അവർ നടത്തി. ഇത് കണ്ടുകൊണ്ട് ഇപ്പുറത്ത് മാറിയിരിക്കുകയായിരുന്നു കോൺഗ്രസ്. അപ്പോൾ ശബരിമല പോലെ ഒരു സാഹചര്യം വീണ്ടും ഉരുത്തിരിഞ്ഞ് വരും. അതായത് പിണറായി ഭരണത്തിൽ അസംതൃപ്തരായിട്ടുള്ള, ഈ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെല്ലാം വേറെ ചോയ്സ് ഇല്ല. BJPക്ക് എന്തായാലും ഈ പറഞ്ഞതിലെ ഭൂരിപക്ഷത്തിൽ വരാൻ കഴിയില്ല, അവരൊന്നും 2 ജയിച്ചു പോകും. അപ്പോൾ ഇനി ഞങ്ങളാണ് ഭരിക്കേണ്ടത് എന്നൊരു ചിന്ത ജനങ്ങളിലുണ്ട്. അതുകൊണ്ട് ഒരു സ്വാഭാവിക പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ തവണ ജനങ്ങൾക്ക് പറ്റിയ തെറ്റ് ഇപ്രാവശ്യം തിരുത്തും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ്. ആ പ്രതീക്ഷ എത്രത്തോളം ഫലവത്താവും എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതിന് ഒരു സെമി ഫൈനൽ എന്നോണം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നമുക്ക് പരിഗണിക്കാം. കാരണം ഇതിൽ ഈ ഞാണിന്മേൽ കളിയാണ്. ഇതിപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് BJP മാത്രമല്ല, CPMനും പ്രശ്നമാണ്. CPMനെ സംബന്ധിച്ചിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ആൻറ്റി ഇൻകംബൻസി വളരെ കൂടുതലാണ്. സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ ജനവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. പല നഗരസഭകളിലും പഞ്ചായത്തുകളിലും അവർക്കെതിരെ വികാരം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജനങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ഭരണത്തിനെതിരാണ്. അപ്പോൾ ഈ ആൻറ്റി ഇൻകംബൻസി അതിജീവിക്കാൻ പിണറായി വിജയന് കഴിയണം. അപ്പോൾ അവർ സർക്കാരിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചില ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് ചിലപ്പോൾ കുറച്ചൊക്കെ അത് ഓവർകം ചെയ്യാൻ കഴിയും. പക്ഷേ മറ്റ് 2 കൂട്ടർ UDFനെയും NDAയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ ജീവൻ മരണ പോരാട്ടമാണ്. നന്നായി പ്രവർത്തിച്ചില്ല എങ്കിൽ, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നില്ല എങ്കിൽ 2 കൂട്ടരുടെയും കേരളത്തിലെ ഭാവി ചോദ്യചിഹ്നമായി മാറുന്നത് തർക്കമൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുമോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? ഉറപ്പായിട്ടും യാതൊരു തർക്കം അക്കാര്യത്തിലില്ല. കാരണം കേരള സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം, പിണറായി വിജയൻ്റെ ഭരണം, ഇതിൽ കൂടി കേരളത്തിലെ ജനതയ്ക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിക്കും. ഒരു തർക്കവും വേണ്ട. അത് ഇവർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വീടുകളിൽ പോകുന്ന സമയത്ത്, വോട്ട് വെച്ച് പോകുന്ന സമയത്ത് പല ചോദ്യങ്ങൾക്കും ഇവർ മറുപടി പറയേണ്ടതായിട്ട് വരും. ആ മറുപടി ജനങ്ങളെ സംതൃപ്തമാക്കുന്നതാണോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അവർക്ക് കിട്ടുന്ന വോട്ട്.
യാതൊരു തർക്കവും അക്കാര്യത്തിൽ ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രത്തോളം ജനം ഈ സർക്കാരിനെ വെറുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലും അതിനകത്തൊരു പ്രാദേശിക വിഷയങ്ങളിലേക്ക് മാറുകയും അതിനകത്ത് വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിൽക്കുകയും നമ്മൾ മുമ്പേ പറയാറുണ്ട് തദ്ദേശം തെരഞ്ഞെടുപ്പ് പാറ്റേൺ അല്ല നിയമസഭയിലും ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ലോക്സഭയെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇക്കുറി അതിന് വ്യത്യാസം ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ? അല്ല, അത് ഒരു മലയാളികളുടെ വോട്ടിംഗ് പാറ്റേണിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം പിന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ ചെയ്യുന്ന രീതിയല്ല നിയമസഭയ്ക്ക്, അതല്ല പാർലമെൻറ്റിന് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺവെൻഷനായിട്ടുള്ള നമ്മുടെ ഒരു ചിന്താഗതിയുണ്ട്. പക്ഷേ ആ ചിന്താഗതി തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശബരിമല പ്രക്ഷോഭണ സമയത്ത് ഈ പിന്നെ വിഷയങ്ങൾ ഇത്ര കത്തി നിൽക്കുന്ന ശബരിമലയാണ് ഏറ്റവും വലുത് എന്ന് ഹിന്ദുക്കൾ പറയുകയും നാട് നീളം നാമജപ ഘോഷയാത്ര നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകൾ പോലും BJP വോട്ട് കിട്ടില്ല എന്നാണ് വാസ്തവം. പല മണ്ഡലങ്ങളും കണക്ക് നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതല്ല ഒരു വിഷയം. അവരെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അപ്പോൾ ഇവിടുന്ന് ചില ആൾക്ക് മന്ത്രിയാവാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർക്ക് വോട്ട് ചെയ്തത്. 2019 അതെ. അസംബ്ലിയെ സംബന്ധിച്ച് എന്താ പറ്റിയത്? പ്രളയം, കോവിഡ്, ഇതിന് ശേഷം അതിന് നന്നായിട്ട് പറഞ്ഞു വെച്ചാൽ പിന്നെ നിലവിലുള്ള സർക്കാർ പിണറായി മാനേജ് ചെയ്തു നന്നായിട്ട്. ആ മാനേജ് ചെയ്യും ഫ്രീ റേഷൻ കിട്ടുകയൊക്കെ ചെയ്ത സമയത്ത് അവർ വിചാരിച്ചു ഒരു ദുരിതം വന്നാൽ നമ്മളെ സഹായിക്കാൻ ഇദ്ദേഹം പ്രാപ്തനാണ് എന്നുള്ള ചിന്താഗതി ജനങ്ങളിൽ വന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരു ടേം കൂടെ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അത് എല്ലാവരും അംഗീകരിച്ച സാധനമാണ്. അത് എല്ലാ വിമർശകന്മാരും മീഡിയാസും അംഗീകരിച്ച ഒരു സംഭവമാണ്. ഈ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതായത് 2021 പിണറായി വിജയൻ പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അന്നത്തെ തദ്ദേശം സാറിന് ഓർമ്മയുണ്ടല്ലോ, തദ്ദേശത്തിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനായിരുന്നു മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ അവർ കരുതിയത് ഇതേപോലെ ആയിരിക്കും അസംബ്ലിയിൽ നിന്ന് കരുതി അവർ മിണ്ടാതിരുന്നു, കാര്യമായിട്ട് പ്രവർത്തിച്ചില്ല. അതിൻ്റെ തിരിച്ചടിയാണ് അന്ന് പിന്നെ അവർക്ക് പിന്നെ നിയമസഭയിൽ ജയിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ ഇപ്പോൾ ആ തെറ്റ് അവർ മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷേ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ മുൻകൂട്ടി നടത്തി കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് എന്തായാലും ഉണ്ടാക്കാൻ കേരളത്തിന് പിന്നെ കോൺഗ്രസിന് കഴിയും എന്നുള്ളതാണ്. അത് അധികാരത്തിലേക്ക് എത്തുമോ ഇല്ലെന്നെ കുറിച്ച് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷെ തദ്ദേശത്തിൽ BJP ഒരു സ്പേസ് ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ, അതായത് ചില മുനിസിപ്പാലിറ്റികൾ ഏതാണ്ട് 11 മുനിസിപ്പാലിറ്റി BJP നോട്ടമിട്ടിരിക്കുകയാണ്. അതുപോലെ എത്രയോ അധികം വാർഡുകൾ, പഞ്ചായത്തുകൾ, ഇതൊക്കെ 2 കോർപ്പറേഷനാണ് അവരുടെ മുമ്പിൽ പ്രധാനമായിട്ടുള്ളത്, തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും. പാർലമെന്റ് തിരുവനന്തപുരവും തൃശ്ശൂരും പിടിക്കണമെന്ന് കിണഞ്ഞ് പരിശ്രമിച്ചതാണ്. എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് തൃശ്ശൂരിലാണ് വിജയം നേടിയത്. ഇനി അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും നിൽക്കുന്നത് എന്നുള്ളതാണ്. അതെ, കോൺഗ്രസിന്റെ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് 4500 വാർഡുകളെങ്കിലും വിജയിക്കണം എന്നുള്ളത്. അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്. നിലവിൽ 17 ഗ്രാമപഞ്ചായത്തുകൾ NDA ഭരിക്കുന്നുണ്ട്, 2 മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട്. ഇതിൽ നിന്നും അവർ വലിയൊരു ഉയർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം ഏതാണ്ട് ഒരു 100-150ഓളം ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണവും അതുപോലെ തന്നെ ഒരു 5-8 മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും കഴിയുമെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളായിട്ടാണ് BJP രംഗത്തിറങ്ങുന്നത്. അതിലങ്ങ് സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരം നഗരസഭയാണ്. കാരണം അവർക്ക് നല്ല വോട്ട് ബേസ് ഉണ്ട് 2 സ്ഥലത്ത്. ഈ 2 കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 5-6 നിയമസഭാ മണ്ഡലങ്ങൾ തന്നെ ഇവർക്ക് 2026 എത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പായിട്ടും. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് BJP അകറ്റി നിർത്തുന്നുള്ളൊരു ചോദ്യം കാലാകാലം ആൾ ചോദിക്കുന്നത്. അപ്പോൾ പലരും പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് എന്ന് പറയുന്നത് അത് എന്താ ഈ പിന്നെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ മതേതരത്തിന് വില കൊടുക്കുന്നവരാണ് മലയാളികൾ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ അതല്ല വാസ്തവം. വാസ്തവം എന്ന് പറയുന്നത് ഇവർക്ക് വോട്ട് ചെയ്താൽ അവർ ജയിക്കില്ല എന്നുള്ളൊരു മനോഭാവമുണ്ട്. പണ്ട് പോലെ ഒരു മനോഭാവം മലയാളികളുണ്ട്. അപ്പോൾ ഇവർക്ക് വോട്ട് എന്തിനാതെ പാഴാക്കുന്നുള്ള മനോഭാവമാണ് ഇത്രയും കാലം നിലനിന്നിരുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചോളൂ ആ മനോഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. കേരളത്തിലെ ആകമാനൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം ഇപ്രാവശ്യം വോട്ടായിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ 2 കോർപ്പറേഷനിലും ഭരണം പിടിച്ചു കഴിഞ്ഞാൽ അത് LDFനും UDFനും 2026 നിയമസഭ വലിയ വെല്ലുവിളിയാവുന്ന തർക്കവും വേണ്ട. നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്കുള്ള 5-8 സീറ്റുകളിലേക്ക് ചിലപ്പോൾ BJP വന്നേക്കും. അതിനുള്ള ഒരു ട്രയൽ റണ്ണാണ് ഇപ്പോൾ അവർ ഈ തദ്ദേശത്തിൽ കൂടി ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അടക്കം ചെയ്ത് എന്താ പറയുക, ഇടയ്ക്ക് പരാതി വന്നതല്ലോ കോർപ്പറേറ്റ് തലത്തിൽ പാർട്ടി പ്രവർത്തകരോട് പെരുമാറുന്നത് പറഞ്ഞിട്ട്.
അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ആ റിസൾട്ട് ഓറിയൻറ്റഡ് പ്രവർത്തനത്തിൽ കൂടി തിരുവനന്തപുരവും തൃശ്ശൂരും പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് രണ്ട് മുന്നണികൾക്കും ഇവരൊരു ഭീഷണിയായിട്ട് മാറും. കേരളത്തിലൊരു ത്രികോണ ശക്തികളുടെ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറുകയും ചെയ്യും. മറ്റൊരു ഓപ്ഷൻ ഇടത് വലത് എന്നുള്ളതിനേക്കാൾ അപ്പുറം ജനങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ കൂടി വരികയാണ്. ശരിക്കും അങ്ങനെ വരണം എന്ന് തന്നെയാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാര്യം രണ്ട് കൂട്ടരെ മാറി മാറി ജനങ്ങളെ ഭരിച്ച് വഞ്ചിച്ചു എന്നൊക്കെയുള്ള പരാതികൾ പരിപോലത്ത് കേൾക്കുന്നുണ്ട്. മൂന്നാമത് ഒരാൾ വരട്ടെ നോക്കാം എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, അങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്നുണ്ടാവുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ഷൻ ഉണ്ടാവും, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.